കുട്ടികളുടെ ചുമയുടെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് അറിയാൻ പറ്റും. whooping cough. ഇവിടെ തുടർച്ചയായിട്ട് ചുമച്ച് അതിൻ്റെ എൻഡിൽ കുട്ടി ശ്വാസം എടുക്കാൻ വലിക്കുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതധികം പെർട്ടൂസിസ് എന്നൊരു അസുഖം കാരണമാണ് ഉണ്ടാവുക. ഇതിൻ്റെ അർത്ഥം ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നാണ്. ഇതൊരു 1-2 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനും സാധ്യതയുണ്ട്. 2 ബാർക്കിംഗ് കഫ് അല്ലെങ്കിൽ ക്രൂപ്പി കഫ് എന്ന് പറയും. അധികം വൈറൽ ഇൻഫെക്ഷനിലാണ് ഇത് കാണാറുള്ളത്. രാത്രിയിൽ കുട്ടി ചുമയ്ക്കുമ്പോൾ ഒരു കുറുകുറുപ്പ് പോലെ ചുമയുടെ കൂടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാർക്കിംഗ് കഫ് ആയിരിക്കും. 3 ഡ്രൈ കഫ്. പേര് പോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള ചുമയാണ് ഉണ്ടാവുക. കഫമൊന്നും ഉണ്ടാവില്ല. വൈറൽ ഇൻഫെക്ഷൻ, ആസ്മ, അലർജി, ആസിഡ് റിഫ്ലക്സ്, GERD പോലുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ചുമ കാണാറുള്ളത്. പെട്ടെന്ന് മാറുന്ന ഡ്രൈ കഫ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ TB, ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളും ഇതേ ചുമ കാണാറുണ്ട്. 4 വെറ്റ് കഫ്. ഇത് വെറ്റ് കഫ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് കഫ്. ചുമയോടൊപ്പം തന്നെ കഫവും പുറത്തേക്ക് വരുന്ന ഇവിടെ കാണാം. അധികം ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളാണ് ഇത് കാണാറുള്ളത്. മറ്റു പല അസുഖങ്ങളിലും ഇത് കാണാറുണ്ടെങ്കിലും കഫത്തിന്റെ നിറം വെച്ചിട്ടാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കുക.